റെഡിയായി വന്നിട്ടുണ്ട്. വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയി വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടണം എന്നുള്ളതിലുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ കുറച്ച് ഇഷ്യൂസൊക്കെ ആയത് കാരണം നമ്മൾ എന്തായാലും വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനുള്ള സമയമോ കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മളെന്തായാലും വിട്ടിട്ടില്ല. ചാനലിലെ വീഡിയോസ് ഇനിയും വരും. നമ്മൾ പഴയ പ്രതാപത്തെ തന്നെ എല്ലാ വീക്കിലും ഓരോരോ വീഡിയോസ് ഇപ്പം എന്തായാലും നമ്മൾ 2-3 ദിവസം എന്തായാലും അടുപ്പിച്ച് കുറച്ച് വീഡിയോസ് ഉണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ചെറിയൊരു 4 മണി പലഹാരം അല്ലെങ്കിൽ ഒരു ചെറിയ റെസിപ്പി നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. പഴം കൊണ്ട് നൂലിപ്പുട്ട് എങ്ങനെ ഉണ്ടാവും? അതൊരു സെറ്റപ്പല്ലേ. നമ്മൾ എന്തായാലും അരിയും കൊണ്ടല്ലേ ഉണ്ടാക്കുക. പഴം കൊണ്ട് ഒരു നൂലിപ്പുട്ട് ഞാനൊരു റെസിപ്പി കണ്ട സമയത്ത് അതൊന്നും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളതൊന്ന് ട്രൈ ചെയ്ത് നോക്കി, സക്സസ് ആണ്. അപ്പോൾ നമുക്ക് അത് വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പ് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പോൾ ബെല്ലടിക്കുക. കാരണം ക്യാമറയുടെ ബാക്കിലാണ് നമ്മുടെ ചാനലിന്റെ ഓണർ മിശ്രി. അവർ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. അതെ, ടേസ്റ്റ് ചെയ്യാറുണ്ട് അത്രേ. ഓക്കെ ഗൈസ്, ഓക്കെ ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക്. ഒരിക്കൽ കൂടെ വെൽക്കം ബാക്ക്. പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്, പഴപ്പുട്ടല്ല അല്ലേ, നൂലിപ്പുട്ട്, ഇടിയപ്പം എന്നൊക്കെ പറയില്ലേ, പഴയ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 പഴം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് നല്ല പഴുത്താണ് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് ഇതിനൊന്ന് നമുക്ക് ആദ്യം ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഓക്കെ ഗൈസ്, ഇത് മുറിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മൾ ആവിയിലാണ് വേവിക്കുന്നത്. ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ട് ആദ്യത്തെ ചെറിയ തട്ട് വെച്ചിട്ട് അതിൻ്റെ മേലെ വെച്ചിട്ട് ആവിയിലാണ്. വെള്ളത്തിലിട്ട് വേവിക്കരുത് നിങ്ങൾ, ആവിയിൽ നല്ല വേവിക്കണം. ഏറ്റവും നല്ലോണം പഴുപ്പുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലത് കേട്ടോ. ഞാനിപ്പോൾ ഒരു വിധം പഴുത്തിട്ടുണ്ട്, ഓക്കെ, അത്ര പഴുത്തിട്ടില്ല. എങ്കിലും നല്ല പഴുത്തെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റിൽ കിട്ടത്തുള്ളൂ. ഓക്കെ ഗൈസ്, ഇതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ പഴമൊക്കെ നന്നായി വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തിട്ട് ആദ്യം ഇതിൻ്റെ തോലൊക്കെ കളയണം. അപ്പോൾ നമുക്കതിൻ്റെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. ചൂടോടെ എടുത്ത് എന്തായാലും നമുക്കൊന്ന് അടിച്ച് റെഡിയാക്കി എടുക്കാം. നല്ല പഴുത്താണെങ്കിൽ മാത്രമാണ് ഈ കളർ കിട്ടത്തുള്ളൂ കറക്റ്റ്. നമ്മുടെ ഇങ്ങനെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ ബാക്കിയൊക്കെ. അപ്പോൾ നമുക്ക് ഇതിലോട്ടുണ്ടല്ലോ ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ ഏലക്കായ് പൊടിച്ചാണ് കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏലക്കായ ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 3-4 ഏലക്കായ് മുഴുവനായിട്ട് ഇടാം. അതുപോലെ പഞ്ചസാര, നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലോട്ട്. എനിക്ക് കുറച്ച് മധുരം നല്ല കട്ടിക്ക് വേണം. ഓക്കെ, നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് നൈസായിട്ടൊന്ന് അടിച്ചെടുക്കുക. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മിക്സിയിൽ നല്ല അരച്ചിട്ട് ഈ ലെവലിൽ കിട്ടണം കൺസിസ്റ്റൻസിയാണ്. ഇംഗ്ലീഷ് മലയാളം എന്താ? ഈ പരുവത്തിൽ, ഈ പരുവത്തിലായി കിട്ടണം. നമ്മൾ വെള്ളം ഒഴിച്ചില്ല, വേണ്ട, കറക്റ്റാണത്. ഓക്കെ, ഇതിലോട്ട് 1 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അരിപ്പൊടി നിങ്ങൾ നോക്കി കൊടുക്കണം, കാരണം നമുക്ക് നൂലിപ്പുട്ടിനുള്ളത് തന്നെ ആയത് കാരണം അതിൻ്റെ കറക്റ്റ് കട്ടി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ചിട്ട് കൊടുക്കുക, എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നൂലിപ്പുട്ടിനുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾ കുറ്റിപ്പുട്ടിനുള്ള അരി മാത്രം എടുക്കരുത്, കാരണം അതിൽ തരി കൂടുതലായിരിക്കില്ല. നമ്മൾ നൂൽപുട്ടിനുള്ള അരിപ്പൊടി പൊടിച്ചത് അല്ലെങ്കിൽ നമ്മൾ അപ്പത്തിന് പൊടിച്ച അരിപ്പൊടി അതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് നന്നായിട്ടുണ്ടല്ലോ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഞാൻ കുറേശ്ശെ അരിപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മാവുണ്ടല്ലോ കുഴച്ച് ഒരു വിധം ലെവലാക്കിയിട്ട് അപ്പോൾ അതിലോട്ട് കുറച്ച് നെയ്യ് ഇതിന് മേലെ കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ടല്ലോ. ഇതൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവുണ്ടല്ലോ ഇത് കറക്റ്റായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ നൂൽപുട്ടിന് അരി കുഴച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യുന്ന പോലെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇത് ഓൾറെഡി നമ്മൾ പഴമൊക്കെ നല്ല വേവിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടികളിലേക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു വാഴയില എടുത്തിട്ടുണ്ട് കേട്ടോ. വാഴയിലയിൽ നമ്മൾ ആദ്യം കുറച്ച് തേങ്ങ താഴെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഓക്കെ, തേങ്ങ ചിരകിയത്. നിങ്ങൾ വാഴയില ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ഇഡ്ഡലി ചെമ്പിൽ ചെയ്യാവുന്നതാണ്. ഞാനുണ്ടല്ലോ ഇവിടെ ഒരു നൂൽപ്പെട്ട് പീച്ചുന്ന പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ചെറിയ ചില്ല് തന്നെ ഇടണേ, വലിയ ചില്ല് ഇടരുത്. ഓക്കെ, എന്നിട്ട് ഇതിൽ കുറച്ച് നെയ്യ് ചേർത്തി കൊടുക്കുക. നമുക്ക് നെയ്യൊക്കെ ഒന്ന് പുരട്ടട്ടെ, കാരണം ഇതിൽ പിടിക്കാതിരിക്കാൻ. നൂൽപ്പെട്ട് പാത്രത്തിലുണ്ടല്ലോ മാവ് വെച്ചിട്ടുണ്ട്. സാധാരണ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നൂൽപ്പെട്ടിന് ഇതാക്കുന്ന പോലെ തന്നെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾ കുഴയ്ക്കുമ്പോൾ കറക്റ്റ്
കറക്റ്റ് മാവിന് പരുവത്തിലാക്കിയിട്ടില്ലെങ്കിൽ പ്രസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പഴം നൂലിപ്പിട്ട് പിഴിഞ്ഞ് റെഡി, നമ്മൾ പീച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാം റെഡിയാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ നൂൽപ്പിട്ടെല്ലാം പിഴിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പീച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതിലോട്ട് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഓരോന്ന് വച്ച് ഇതിനെ വേവിച്ചെടുക്കാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ എന്തായാലും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ? വെയിറ്റ് ചെയ്യേ. അപ്പോൾ നമുക്കുണ്ടല്ലോ നമ്മുടെ നൂൽപ്പിട്ട് ഇതാ ഇങ്ങനെ തിരിച്ചങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അടിപൊളി. കണ്ട ഇലയിൽ നിന്ന് കറക്റ്റായിട്ട് വിട്ടു വന്നു. ഓക്കെ, ഇലയൊക്കെ അടിപൊളി. പഴം നൂൽപ്പിട്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ എടുക്കുക, ഇതിനങ്ങനെ മറിച്ചിട്ട് കഴിഞ്ഞാൽ അത് റെഡി. ഓക്കെ, അപ്പോൾ അടുത്തത് എല്ലാം റെഡി കേട്ടോ. എല്ലാം നല്ല ഇതുണ്ടോ, ഇത് നോക്കി. ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും വാഴയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിതാ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചത് നമ്മൾ മറിച്ച് ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് തേങ്ങാപ്പാലും കുറച്ച് പഞ്ചസാരയും ഏലക്കായും കൂടി ഇട്ടിട്ട് നമ്മളൊരു ഇത് പരുവത്തിലാക്കിയിട്ട് അതിൽ ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ടേസ്റ്റാണ്. അതുപോലെ ഇത് തനിയെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനെന്തായാലും ഉണ്ടല്ലോ ആ തേങ്ങയും അതെല്ലാം കൂടെ ഇങ്ങനെ എടുത്തിട്ട് ഇതാ ഇതൊക്കെ ഇതാ ഇങ്ങനെ എടുത്ത് കിടുമായിട്ടുണ്ടോ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം. ക്യാമറമാൻ 2 ക്യാമറമാരാണിത്. ചെറിയ ക്യാമറമാൻ ബാക്കിൽ നിന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേണോ? ഞാൻ തരാം. ആട്ടോ കിട്ടുമോ? ഓക്കെ ആണോ? നീ അത് കഴുകി. അപ്പം ഉണ്ടല്ലോ നമ്മൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ.